ഓരോ നിമിഷവും യാത്ര ഭയങ്കര സ്പീഡിലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതം, അല്ലയോ? അപ്പം നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ നോക്കി ഒരുപാടൊക്കെ നമുക്ക് ഒന്നുമില്ലാതായി കഴിയുന്നതിനെക്കാട്ടിലും നമുക്ക് വേണ്ടി ജീവിതം ജീവിക്കാൻ ആദ്യം പഠിക്കുക. കാരണം എന്താ അറിയോ, നമ്മുടെ ജീവിതം ജീവിക്കാൻ പിന്നെ അല്ലെങ്കിൽ ഒരു ജന്മമൊന്നും നമുക്ക് തിരിച്ചു കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട. നമ്മുടെ ഈ ജീവിതം അല്ലെങ്കിൽ ഒരു ജന്മം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ജീവിതത്തിൻ്റെ ബാക്കിയല്ല ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ വേറൊരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം ത്യജിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കുറേ പേര് നമ്മളെയൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. ശരിക്കും അവരൊന്നും ത്യജിക്കാറില്ല, നമ്മളാണ് ത്യജിക്കേണ്ടത്. അത് ആലോചിക്കണം. നമ്മൾ ഉപദേശിക്കുന്ന ആൾക്കാരെല്ലാം നിങ്ങൾ ത്യജിക്കാനേ പറയത്തുള്ളൂ, അവർ ത്യജിക്കുന്ന കാര്യം പറയാറില്ല. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരിക്കലും നമ്മൾ നമ്മുടെ ജീവിതം ത്യജിച്ച് നമുക്ക് വേണ്ടി വേറെ ജീവിതം നമുക്ക് മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെന്ന് നല്ലൊരു ജീവിതം കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. കാരണം നമ്മൾ ഈ നിമിഷം, നമ്മൾ ഈ ശ്വസിക്കുന്ന നിമിഷം നമ്മൾ ജീവിക്കാൻ നോക്കുക നല്ല രീതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ നോക്കുക. അവിടെ ഒരു കാര്യത്തിനും നമുക്ക് എതിർക്കാൻ പറ്റത്തില്ല. കാരണം ബാക്കി എല്ലാ ആൾക്കാരും പറയാനേ പറ്റത്തുള്ളൂ. അവർക്ക് നമ്മുടെ